ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്നെ ഉദ്ദേശിച്ചാണോ ചേട്ടാ പറഞ്ഞ? അല്ല, കുട്ടിയെ ഞാൻ അങ്ങനെ പറയൂ? ഞാൻ ഇയാളെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. മനസ്സിലായില്ല. അല്ല, തനിക്ക് കിട്ടിയ നല്ല ബെസ്റ്റ് ക്യാമറാമാൻ എന്ന് പറയായിരുന്നു ജനാർദ്ദന സാറ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അതെന്താ? വെള്ളം അടിക്കാതെ നോക്കിക്കോണം. അത് പറഞ്ഞ എങ്ങനെയാ ചേട്ടാ? ദാഹിച്ച് വെള്ളം ചോദിച്ചാ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അയ്യ, ആ വെള്ളത്തിന്റെ കാര്യമല്ല, മറ്റേ വെള്ളം, മദ്യം. ഓഹോ, പുള്ളിക്കാരൻ അങ്ങനെ എല്ലാ ബ്രാൻഡും കഴിക്കുന്ന ആളല്ല. ഫോർ എക്സാമ്പിൾ, സീസർ, നെപ്പോളിയൻ, ലൂയിസ് 11, ഡോക്ടർ. ചേട്ടാ ഇനി കാര്യം പറ. ഫിറ്റായി കഴിഞ്ഞ് കണ്ണാടി നോക്കിയാ പുള്ളിക്കാരന് തോന്നും താൻ ആ മദ്യത്തിന്റെ ആളാണെന്ന്. ഫോർ എക്സാമ്പിൾ, സീസർ കഴിച്ചാൽ പിന്നെ സീസർ രാജാവാകും, ഡോക്ടേഴ്സ് ബ്രാൻഡ് കഴിച്ചാൽ പിന്നെ ഡോക്ടർ ആവും. ഫിറ്റായി കഴിഞ്ഞാൽ ചിലര് ചിരിക്കും, കരയും, അല്ലെങ്കിൽ വയലന്റാവും. ഇത് ആദ്യമായിട്ട്. ഇനി എന്തെല്ലാം കേൾക്കാനും അനുഭവിക്കാനും കിടക്കുന്നു. കുട്ടി ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഇയാളെ കൊണ്ടുപോയി ജനാർദ്ദന സാറിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരാം. ഞാൻ ഇവിടം വരെ ഉള്ളൂ. ഇതിനകത്ത് ജനാർദ്ദന സാറിന്റെ സാമ്രാജ്യ. ഇനി എല്ലാം തന്റെ കയ്യിലാ. ഇവിടെ തുടരണോ വേണ്ടയോ എന്നത് ഉൾപ്പെടെ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണമല്ല. പിന്നെ ജനാർദ്ദന സാർ ഒരു പളുങ്കു പാത്രം പോലെ, അത് പൊട്ടാതെ നോക്കിയാൽ തനിക്ക് തന്നെ കൊള്ളാം. ചെല്ലേ. ഈശോയെ, ഐശ്വര്യമായിട്ട് വലുതുകാല് വെച്ച് എന്നെ കയറാം. ആരെങ്കിലും ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കടാ. അയ്യോ എന്ത് പറ്റി സാർ? താനാരാ? ഞാനാ ഇപ്പൊ തള്ളി സാറ് വീണില്ല. ഓ, തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ പുതിയ പ്രോഗ്രാം ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യാൻ ഓർഡർ. സീനിയർ ക്യാമറമാനെ തള്ളി ട്രെയിനി പുറത്തു പോടാ. അല്ലേ വേണ്ട, നീ ഇവിടെ നിൽക്ക്. റിഹേഴ്സൽ നടക്കട്ടെ. നോക്കാം സാർ. എന്താടി ഇത്ര ഇളിക്കാൻ ഞാൻ ഒറ്റ. നോക്കിയേ, തൊപ്പിയും വെച്ചെങ്ങനെ ഞെളിഞ്ഞ് നിക്ക. ഓടാ. നിന്നോട് ഞാൻ എവിടെ നിൽക്കാനാ പറഞ്ഞത്? അവിടെ പോയി നിൽക്കടാ. വണ്ടി തള്ളണേ, വണ്ടി തല്ല. അതല്ല, പെണ്ണുങ്ങളെ കാണണേ അവിടെ പോയി നോക്ക. മനസ്സിലായ? വണ്ടി തള്ളാണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ള പണി മതി. ആ ലൈറ്റ് പോയി നോക്കണോ? ആ ലൈറ്റ് ശരിയാക്കാൻ പറ. ശരി. എന്റെ ഈശ്വര, ആ ലൈറ്റ് അല്ല, ഈ ലൈറ്റ്. ആ ലൈറ്റ് അല്ലേ? ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നോട് താനെന്താ ഇവിടെ തുള്ളി കളിക്കുക? ഇങ്ങനെയാ ട്രെയിനിങ്ങിന് തന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാടാ വെറുതെ സ്ഥലം മെനക്കെടുത്താ ഇവിടെ വന്ന് നിക്കണേ? പുറത്തു പോകൂടെ? പുറത്തു പോകണ്ടെന്ന് സാറല്ലേ നേരത്തെ എന്നോട് പറഞ്ഞു. ഓ, അപ്പൊ താൻ എനിക്കിട്ട് വീണ്ടും പണിയല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ പെൺകുട്ടികളുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യ്. കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല, ജനാർദ്ദനൻ ട്രെയിനികളെ തെരഞ്ഞെടുക്കുമ്പോ റാഗ് എടുത്തെടുക്കൂ. ചെന്തയാട്ടും തല പോയി ഡാൻസ് ചെയ്യടാ. റെഡി റെഡി സ്റ്റാർട്ട്. സാറേ 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 സാർ സാറേ സാർ. സാറല്ലടോ, സീസർ, ജൂലിയസ് സീസർ. നീ ആരാ? ഞാനൊരു പിച്ചക്കാരൻ. എന്ത്? സീസറിന്റെ സാമ്രാജ്യത്തിൽ പിച്ചക്കാരനോ? പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്? നാം പകുതി രാജ്യം തരട്ടെ. രാജ്യം വേണ്ട. പിന്നെ എന്താ വേണ്ടത്? പറഞ്ഞോളൂ. ഉടുക്കാൻ ഒരു തുണി കിട്ടിയാ മതിയായിരുന്നു. നമ്മുടെ അംഗവസ്ത്രം മതിയോ നിനക്ക്? പറഞ്ഞോളൂ. മതി. ഇത് മാത്രമായിട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. മടിക്കാതെ അതുകൂടി ഒരുക്കാം. ഇതൂടെ. ഓ, ഇതുമില്ലേ നിനക്ക്? ഓ, നീ എന്നെ പിച്ചക്കാരനാക്കാൻ നോക്ക. കുറച്ചു മറ എനിക്ക് കൂടി ഇരിക്കട്ടെ. വരൂ കാൽപോണിയ, വരൂ.
കാൽപോണിയ കാര്യായോ റോമൻ ഗുരുവായൂരപ്പ? കാൽപോണിയ തോഴിമാർ ആരുമില്ല ഇവിടെ? ആരവിടെ? എടോ കാവൽപെട, നമ്മുടെ മുന്നിലേക്ക് വരൂ. മേട്ടന്റെ റൂമിൽ ആര്? കാൽപോണിയ, 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 ആരാണ് അവിടെ? റോമ ചക്രവർത്തിയുടെ ഉപ്പും ചോറും തിന്നു കിടക്കുന്ന ഒരു കാവൽപടൻ നമ്മോട് ചോദിക്കുന്നു, ആരടാ അവിടെ നിന്ന്? ഞാൻ സീസറാടാ. നീ സീസർ ആണെങ്കിൽ ഞാൻ വാച്ചറാടാ. എന്നാ പിടിച്ചോടാ. എന്നാ നീ പിടിച്ചോ. എന്റെ ഗുരുവായൂരപ്പ. എന്താ നിങ്ങളെ? എന്താ പേര്? താനാരാ? പോലീസാ? ആരാണോ താൻ? ഞാനെങ്ങനെ ഇവിടെ എത്തി? താൻ എങ്ങനെ എത്തിയെന്നോ അത് പോലീസുകാരും അറിയാം. തങ്ങളെ കുറച്ചു മുമ്പ് താൻ എന്താ വിളിച്ചത്? കാൽപോണിയെന്നോ? മോഷണം നടത്താൻ കയറിയത് കൈയോടെ പിടിച്ചപ്പോ പെണ്ണുവായല്ലേ? സത്യമായിട്ട് ഞാൻ മായയെ കാണാൻ വന്നതാ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. നോക്കി നിൽക്കുന്ന താൻ ഇയാളെ പിടിച്ചോണ്ട് വാടോ. നടക്കണോ പോലീസ്? ഞാൻ വേണ്ട. അത് കഴിക്കും. വേണ്ട. അപ്പം എത്ര കാശായി? അപ്പൊ അല്ലല്ലോ പഴല്ലേ തിന്നത്? ഓ, പഴം തിന്നതിന്റെ കാശ് എത്രയാണെന്നാ ചോദിച്ചേ? 16. ആരുടെ? പഴത്തിന്റെ. ആ, ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛന്റെ അന്ന്. ചേട്ടാ ലൈൻ മാറിപ്പോവല്ലേ. അവന്റെ അച്ഛനെ പറയാതെ കഞ്ചാവിനെ കുറിച്ച് ചോദിക്ക്. അതിനാദ്യം ഞാൻ ഞൊല്ലൊന്ന് അടുപ്പിക്കട്ടെ. ഈ കട മോന്റെ? അതിനെനിക്ക് മോനില്ലല്ലോ. അതെ, ഇത് വിളഞ്ഞു വിത്താ. ഞാനെന്താ വെള്ളരിക്കാ? അതെനിക്കിഷ്ടായി. നിന്റെ പേരെന്താ? ബാബു. ബാബുവിനെ വീട്ടിലെന്താ വിളിക്ക? എടാ ബാബു. അപ്പോ ബാബു ആണോ ഈ കട നോക്കണേ? അല്ല, ഇവിടെ വരുന്നവരും വഴി കൂടെ പോകുന്നവരും ഒക്കെ നോക്കും. മതി ചെക്കനെ അടുപ്പിച്ചത്. ചോദിക്ക്, കഞ്ചാവ് എവിടാന്ന് ചോദിക്ക്. കഞ്ചാവ് അല്ലടാ സാമി. എന്നാൽ അത് സാമി ഉണ്ടാ? ഉണ്ട്. എങ്ങനെയാ റേറ്റ്? അത് പല റേറ്റാ. ഒന്ന് കാണാൻ പറ്റുമോ? വണ്ടി ഉണ്ടാ? വണ്ടി ഉണ്ടോന്നാ? വണ്ടി ഇല്ലല്ലോ, വണ്ടി. വണ്ടി ഉണ്ട്. ചേച്ചി ഈ കടയിൽ നോക്കിക്കോണം, ഞാനിപ്പോ വരാം. ബാബുവേ. എന്താടോ? ഒന്നുമില്ലടോ. ചെക്ക വണ്ടി ഓടാൻ തുടങ്ങിട്ട് കുറെ നേരം ആയില്ല. ഇയാളോട് മിണ്ടാനിരിക്കാൻ പറ. എനിക്ക് ഇയാളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ എന്നെ കല്യാണം കഴിക്കാൻ പോവാ? ചേട്ടാ അല്ല, വണ്ടി എടുത്ത് നിർത്താൻ. ഒന്നില്ലെങ്കിൽ ഇയാളെ ഇറക്കി വിട്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോ. എന്റെ മോനെ നീ ഒന്ന് ക്ഷമിക്ക്. എന്റെ മോനോ? അപ്പൊ എന്റെ എത്ര? അത് നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ കുട്ടിപ്പിശാശേ. വണ്ടി വിട്. ആ നിർത്ത് നിർത്ത്. എത്തി. ദാ ആ കാണുന്ന വീടില്ലേ, അവിടെ സാമി ഉണ്ടാ? അതെന്റെ വീടാ. അപ്പൊ സാമി എവിടെ? ഒന്ന് വന്നേ. അതെ, എന്റെ കടയില്ലേ, അതിന്റെ തൊട്ടടുത്ത സാമിയുള്ളത്. അണ്ണന്മാരെ, ഞാൻ നിങ്ങളെ പറ്റിച്ചതാ. ഉണ്ണാൻ വരാൻ വേറൊരു വഴിയും കണ്ടില്ല. സോറി. ഞാനൂലിനെ അടുപ്പിച്ചിട്ട് ഇപ്പൊ എന്തായി? അവൻ 10 ഇവിടെ അടുത്ത് കൊത്തിയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വണ്ടി തിരിക്കി. ഒറിജിനൽ സാമി കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം. വണ്ടി കയറ്. ആ പാവം കുട്ടി തല കുത്തി വീട്ടെ. എടി കള്ളി ഇറങ്ങി വാടി. കള്ളി നിന്റെ അമ്മ. അമ്മയ്ക്ക് പറഞ്ഞ പല്ലടിച്ചിളക്കും ഞാൻ. എന്നങ്ങോട്ട് കയറി വാടോ. ആഹാ, എനിക്കിനി ഒന്നും നോക്കാനില്ല. അങ്ങനെ പറയാതെടി, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. കിട്ടി. കേറണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എറിയും. അയ്യോ,
അത് ഡമ്മിയാടാ, കൊഴപ്പില്ല കൊഴപ്പില്ല. ആകെ കുളമായെന്നാ തോന്നേ. എസ് ഐ അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ തിറക്കണം. അത്രല്ലേ ഉള്ളൂ, ഇപ്പൊ ഇറങ്ങാതെ. മതി, ഇറങ്ങി വാ. നീ പോടാ. എന്താ ഞാനിപ്പോ ചാടുവേ. അതെ, എടുത്തിടത്തോളം മതി. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അവളെങ്ങനെ താഴെ ഇറക്കുക? നീ വാ. അയ്യോ, എനിക്ക് ചാടണം. എടീ കാർത്തിയാനി, 10 100 വേണമെങ്കിൽ കൂടുതൽ തരാം. നീ താഴേക്ക് ഇറങ്ങ്. നീ പോടാ. ഓ, നീ പോടാ. കാർത്തിയാനി, നീ തമാശകളാ. ദേ ഇങ്ങോട്ട് ചാട്, ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചോളാം. ആഹാ, അങ്ങനെ പിടിക്കോ? യ്യോ, ചേട്ടാ അവൾ ഓടെടുത്തു. നീ പേടിക്കണ്ട, അത് ഡമ്മിയാടാ. എന്നാ ഇത് ആദ്യം പിടിക്കേ. അയ്യോ, ഡമ്മിയല്ലടാ, ഒറിജിനലാ ഇത്. ഇത് നമ്മുടെ കൈ വിട്ട് പോയെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ വലിഞ്ഞോ. അയ്യോ, എനിക്ക് ഇതെങ്ങനെയാണ് നീ ഇതിന്റെ മുകളിൽ കയറിയത്? ഞാൻ കേറിയതല്ല, ഈ മത്തങ്ങത്തലയിൽ ഈ ചക്രം കൂടി എന്നെ പിടിച്ച് കയറ്റിയതാ. നീ അല്ലടാ 1000 ഉലുവ തന്നോണ്ട് മോളി കയറാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കുത്തി കയറ്റി ഞാൻ. എന്റെ പൊന്ന് സാറേ, ഇതെന്റെ പെങ്ങളാ, ഇവക്ക് വട്ടാ. ആണോ? എന്നാ നമുക്ക് മുങ്ങാം.